സന്തോഷമുള്ളവരും കരമർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദിവസത്തിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായ സ്തോത്രം. സമയം മുമ്പിലില്ല. അവൻ സ്തോത്രമെങ്കിലും പ്രാർത്ഥനകൾ ചടങ്ങാതിരിക്കാൻ എനിക്ക് ആഗ്രഹം എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അല്പസമയം പാട്ടുകളുടെ മധ്യത്തിൽ പറഞ്ഞു പോകാറുണ്ട്. സമയം കളയാതെ വണ്ണം നമ്മുടെ ശ്രദ്ധയെ ദൈവത്തിലേക്ക് തിരിക്കാം. പ്രിയമുള്ളവർ, ഈ വീക്കെൻഡില് ഒരു മൈൽ സ്റ്റോൺ ആണ് ഈ രാജ്യം സെലിബ്രേറ്റ് ചെയ്യുന്നത്. 250ാമത്തെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വാർഷികം ആഘോഷിക്കുകയാണ്. 1776 ജൂലൈ 4 സ്വതം ദ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഫിലഡൽഫിയയിൽ വെച്ച് നിങ്ങൾ ഇപ്പോഴും ഉണ്ട്. സമയം കിട്ടുന്നവരൊക്കെ ഇവിടെ ചരിത്രപ്രധാനമായ ഒത്തിരി ഈ പലപ്പോഴും സിറ്റി പാർക്ക് സിറ്റിയിലുള്ള ചരിത്രപ്രധാനമായ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വലിയ വിലയില്ലെങ്കിലും വിലയുള്ള സ്ഥലത്താണ് നിങ്ങൾ പാർക്കുന്നത്. പോയി കാണണം. ഇതൊക്കെയും 13 കോളനികൾ ചേർന്ന് 1776 ജൂലൈ 4 അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഐക്യതപ്പെട്ട് ഒരുമനപ്പെട്ട ബ്രിട്ടീഷ് കോളനിയുടെ കീഴിലായിരുന്നു ഈ 13 കോളനികളും. അമേരിക്കയിൽ ഉണ്ടായിരുന്ന 13 കോളനികൾ അവരെല്ലാവരും ഒരുമിച്ച് വണ്ണക്കോടായി ചേർന്നിട്ട് ഫിലഡൽഫിയയിൽ വെച്ച് ഇൻഡിപെൻഡൻസ് ഹാളോട് ഇപ്പോഴും ഉണ്ട്. അവരവിടെ ചേർന്ന് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അതെങ്ങനെ ചെയ്തു. ഇതൊക്കെ ആത്മീയമായ ഒത്തിരി അർത്ഥങ്ങൾ ഇതിനകത്തുണ്ട്. സ്വപ്നം ചെയ്യുന്നു. അതായത് സ്വാതന്ത്ര്യം പ്രഖ്യാപനം എന്ന് പറയുന്നത് അന്ത്യമല്ല, അതൊരു ആരംഭമാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നിങ്ങൾ വിചാരം അതുകൊണ്ടെല്ലാം തീർന്നല്ല. നീ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അത് കംപ്ലീഷനിലേക്ക് എത്തണമെങ്കിൽ ഒത്തിരി പ്രക്രിയയിൽ കൂടി കടന്നു പോകേണ്ടത് അപേക്ഷിതമാണ്. പലപ്പോഴും ആൾക്കാരുടെ ചിന്ത രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴേക്കൊന്നും ഇല്ല. നീ ഒരു നേഷൻ, ഒരു രാജ്യം പണിയുക, അതിന് ഒത്തിരി വൈതരണികൾ തരണം ചെയ്യണം. 13 കോളനികൾ ചേർന്ന് ഒരുമിച്ച് 1776 ജൂലൈ 4 1776 July 4th 13 colonies in the United States joined together and declared the Declaration of Independence in Independence Hall in Philadelphia. But that was only the beginning of freedom. It's not the end of freedom. അത് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. നിങ്ങളുടെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ സ്വപ്നം ചെയ്യുന്നു. 1776 ബ്രിട്ടീഷിന്റെ മേൽക്കോയ്മയിൽ നിന്ന് അവർ ഒരുമിച്ച് ചേർന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചെങ്കിലും അതിൽ നിന്ന് കംപ്ലീറ്റ് സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ അവർക്ക് റവല്യൂഷണറി വാർ വേണ്ടി വന്നു. 1776 പ്രഖ്യാപിച്ചെങ്കിലും 1783 യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അമേരിക്ക കിട്ടിയത്. അതുവരെയും റവല്യൂഷണറി വാറിൽ കൂടി കടന്നു പോകേണ്ടി വന്ന അനേക ബാറ്റിലുകൾ, അനേക സ്ഥലങ്ങൾ നടന്നു പോകുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി ബാറ്റിൽ ഫീൽഡ്സ് ഒക്കെ ഉണ്ട്. റവല്യൂഷണറി വാർ നടക്കുമ്പോൾ, അമേരിക്കയുടെ ഫ്രീഡം വാർ നടക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. നമ്മൾ ഇതുപോലെ രക്ഷയിലേക്ക് വരുമ്പോൾ വിശ്വാസത്താൽ രക്ഷ ഏറ്റു പറയുമ്പോൾ അതുകൊണ്ട് തീർന്നില്ല, അവിടെ നീ ആരംഭിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എടുക്കാം, ഗലാത്യയിലേക്ക് നമ്മൾ എടുക്കാം. ഇതല്ല എന്റെ പ്രസംഗ വിഷയം. ഒന്ന് പറയാതെ വിടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു വിടുക. 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 verse 1. എല്ലാവരുടെ വിചാരം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ എന്നാ. ഇല്ല, നീ പ്രഖ്യാപിച്ചതേ ഉള്ളൂ. ഇപ്പോഴും ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിലാണ്. 1776 പ്രഖ്യാപിക്കുമ്പോഴും അതൊന്ന് പുറത്തു വരണമെന്ന് നിനക്കും ഒരു ബാറ്റിലുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവേശുവിന്റെ നല്ല ഭടന എന്നോടുകൂടെ. ഇതൊരു പോർക്കളമാണ്. ഇത് കിടന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി രക്ഷയിലോട്ട് വന്നിട്ട് കസറിലൊക്കെ ആരാധനയ്ക്ക് വന്നിടത്തിന്റെ ഇരിപ്പ് കാണുമ്പോൾ റിലാക്സ് ചെയ്യാൻ വന്നത് ഒരു യുദ്ധമാണ്. ഐക്യതയോടെ നിന്ന് നാം പൊരുതിയാൽ കൂടവരവ ഇടിക്കാം പെയിന്റെ കോട്ട. ഘടന 13 കോളനികൾ ചേർന്ന് ഐക്യമത്യപ്പെട്ടിട്ട് ഒരുമിച്ച് ഡിക്ലെയർഡ് ഇൻഡിപെൻഡൻസ് ഇൻ ഫിലഡൽഫിയ. ബട്ട് ഇറ്റ് ടുക്ക് ടിൽ 1783 റവല്യൂഷണറി വാൾ കൂടി 1783 വരെ പിടിച്ചു അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ. ഇന്ന് രാത്രി അത് പറഞ്ഞു വിടുക. ഒറ്റ പ്രശ്നം ഇതേ ഉള്ളൂ, പറഞ്ഞതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ, ഇതൊരു വളർച്ചയാകുന്നു. ക്രിസ്തീയ ജീവിതവും ഒരു വളർച്ചയാണ്. ശരിയാ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ വാഗൊണ്ട് നീ ഫ്രീഡം പ്രഖ്യാപിച്ചതേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് നീ യേശുവിന്റെ വകയായി തീർന്നിട്ടില്ല. യു ഹാവൻ ബിക്കം കംപ്ലീറ്റ് പ്രോപ്പർട്ടി ഓഫ് ക്രൈസ്റ്റ്. ആകണമെങ്കിൽ ചിലതിനെയൊക്കെ ഒതുക്കണം, ചിലതിനെയൊക്കെ നേരെയാക്കണം. വേലി കെട്ടണം.
സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. നീ വിശ്വാസത്താൽ ആ സ്വാതന്ത്ര്യം വാ കൊണ്ട് പ്രഖ്യാപിച്ചു, ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, നീ അതരം കൊണ്ട് പ്രഖ്യാപിച്ചു. തീർന്നില്ല, ഇനിയുമാണ് കാര്യങ്ങൾ. സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ സ്വാതന്ത്ര്യത്തിൽ നീ നടക്കണം. അടിമനുഖത്തിൽ വീണ്ടും പോയി തീരുത്. അതിനുള്ള ബന്ധത്തിലെ ഈ വർഷം മുഴുവൻ ഞങ്ങളുടെ ദൂത് ക്രിസ്ത്യൻ ജീവിതം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പള്ളി വരുന്നു, നാലന്യ ഭാഷ പറയുന്നൊന്നുമല്ല, വളരുന്നതാണ് ക്രിസ്ത്യൻ ജീവിതം. ഫ്രീഡം എന്ന് പറയുന്നു, ലിബർട്ടി എന്ന് പറയുന്നു ഒരു ദിവസത്തെ ആഘോഷമല്ല കേട്ടോ. ഒന്ന് സ്നാനപ്പെട്ടപ്പോൾ അവൻ ക്രൂശന്റെ മുമ്പിൽ ലോകമൻ പിമ്പിൽ പിന്മാറാതെ പിന്മാറേ എന്ന് പാടുന്ന ഒരു ദിവസത്തെ പാട്ട് മാത്രമല്ല നിന്റെ ക്രിസ്തീയ ജീവിതം. അത് വളർച്ചയുടെ പടികളാ. എവിടെ വരെ വളരണമെന്നറിയാമോ? ക്രിസ്തു ആകുന്ന ഓരോ ദിവസവും കഴിയുമ്പോൾ നിന്റെ വളർച്ചയ്ക്ക് ഒരു പടി കൂടെ കയറ്റമുണ്ടാകണം. ഞാൻ ചോദിക്കട്ടെ, നട്ടപ്പോഴും ഒരു കൊട്ട പറിച്ചപ്പോഴും ഒരു കൊട്ടയാണെങ്കിൽ മാറ്റം. ഇന്നലത്തെക്കാളിന് എരിവുള്ളവനാകട്ടെ. പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ യേശു എന്ന് കേൾക്കുമ്പോൾ കത്തട്ടെ എന്റെ ഉള്ളം. ജീവൻ കൊടുക്കാനാണെങ്കിൽ ഉള്ളം തുടിക്കട്ടെ. കാരണം അടിസ്ഥാനമുള്ളൊരു നഗരത്തിന് വേണ്ടി സിയോനിൽ അവൻ എനിക്കായിട്ട് മൂലക്കല്ലായി, ആ മൂലക്കല്ലായവൻ എനിക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നല്ലവനും കേൾക്കാം. അവനോടുകൂടെ ജീവനുള്ള കല്ലുകളായി പണിയപ്പെട്ട ആത്മീയ ഗ്രഹമായി അവന്റെ അടുക്കലെത്താൻ ഇന്ന് രാത്രി അനേകർക്ക് 9 കൃപാവരങ്ങളും കിട്ടുന്ന ഇഷ്ടമാണ്. കൃപാവരങ്ങളെ വാങ്ങിക്കണം വേണ്ടെന്ന് പറയത്തില്ല. പക്ഷെ വളർച്ചയും കൃപാവരമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ഓർക്കണം. ഭാഷാപരമോ നിന്നുപോകും, അത് നീങ്ങിപ്പോകും. ക്രിസ്തുവിലെ വളർച്ച എന്ന് പറയുന്നത് ഭാഷാപരമോ നാലിനും അന്യഭാഷ വേണ്ടെന്നല്ല പറയാൻ. രക്ഷിക്കപ്പെടണം, ഒന്ന് മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, കാത്തിരുന്ന് അഭിഷേകം പ്രാപിക്കണം, കൃപാവരങ്ങൾ ഏറ്റെടുക്കണം, വിശ്വജീവിതം നയിക്കണം. ഇതൊക്കെ നല്ലതാ. പക്ഷെ ക്രിസ്തുവാകുന്ന തലയോളം ഞാൻ നിങ്ങളും വളർന്നില്ല. ഒരു കാര്യമില്ല. ഇന്ന് രാത്രികാലം നമുക്ക് ദൈവം അതിനുള്ള ബന്ധത്തിൽ ഈ മാസം പരിശുദ്ധനോട് പറഞ്ഞതാണ് വേലി അത്യന്താപേക്ഷിതം. ആ വേലി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എല്ലാം പ്രൊട്ടക്ഷന്റെ വേലി. ആ പ്രൊട്ടക്ഷന്റെ വേലി തന്നെയാണ്. പക്ഷെ ഒരു കാര്യം, നിന്നെ കഷ്ടത്തിലൂടെ ചിലരെ പ്രൊട്ടക്ഷൻ ദൈവം നടത്തുന്നത് നിങ്ങൾ പഠിക്കണം. പൗലോസ്ലീഹ പറഞ്ഞു, പുള്ളി പ്രാർത്ഥിച്ച് തൂവാല കൊടുത്തു വിട്ട രോഗികൾക്കെല്ലാം എന്തുവാ? ഈ പുള്ളിക്ക് എന്തുവാന്ന് പറയും? സാത്താന്റെ ദൂതനെ. ഇന്ന് രാത്രി നീ അങ്ങനെ പോകുന്നുണ്ടോ? ആ ദൈവത്തിന് നിന്നോടുള്ള വിശ്വസ്തതയാന്ന് പറഞ്ഞു. 3 വട്ടം ഇത് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ ഞങ്ങളെ പരിശുദ്ധ കഴിഞ്ഞാഴ്ച മോള് പ്രസംഗിച്ചപ്പം യോസഫിനെ കുറിച്ച് പ്രസംഗിച്ചു. യോസഫിന്റെ വേലി. ചില പറയുക അങ്ങനെ വേലി ആർക്കും കിട്ടല്ലേ. യോസഫിന്റെ വേലി എന്ന് പറഞ്ഞാൽ കഷ്ടങ്ങളിൽ കൂടിയാണ് അവനെ എന്താക്കിയത്. അപ്പന്റെ ഉടുപ്പും അപ്പന്റെ സ്നേഹവും അപ്പന്റെ കോസി വീടും കിട്ടി ഒരിക്കലും ആ ഉടുപ്പ് പറഞ്ഞു പോകാതിരുന്നെങ്കിൽ മിസ്രൈമിൽ രണ്ടാമനായിട്ട് വാഴുമായിരുന്നോ അവൻ? തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയുമായിരുന്നോ? അവനും അവന്റെ പിതൃഭവനും പട്ടിണി കിടന്ന് ചത്തുപോത്തല്ലേ ഉള്ളായിരുന്നു. ഇന്ന് രാത്രി വേലി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പ്രൊട്ടക്ഷൻ, ഈ അവന് ചുറ്റുമുള്ള പ്രൊട്ടക്ഷന്റെ വേലി നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അമേ സ്വന്തം അവിടെയും ദൈവത്തിന്റെ വേലി, ചില കഷ്ടങ്ങൾ കൂടിയും ദൈവത്തിന്റെ വേലി ഉണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് കഷ്ടങ്ങളെ നിന്ദിക്കരുത്. ചവിട്ട് ദൈവത്തോട് കർത്താവേ അതിന്റെ മധ്യത്തിൽ ആ വേലിയായി നീ എനിക്ക് നിൽക്കണം. മടങ്ങി വരട്ടെ. നമ്മുടെ പൗലോസ് പ്രാർത്ഥിച്ചു, 3 വട്ടം പ്രാർത്ഥിച്ചു. അപ്പൊ കർത്താവ് പറയുന്ന ഒരു കാര്യം, എന്റെ കൃപ, എന്റെ ശക്തി. മാറ്റിയോ ദൈവം? അപ്പൊ പൗലോസ് ആദ്യം ഒന്നും മനസ്സിലായില്ല. പുള്ളി പഠിച്ചു കഴിഞ്ഞപ്പോ പിന്നീട് എഴുതുക, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ച പ്രശ്നം എന്താ നിങ്ങൾക്കറിയാമോ? പാപം ഏതും തോട്ടത്തിലല്ല തുടങ്ങിയത്, ആത്മീക ഉത്തുംഗത്തിലാ തുടങ്ങിയത്. അതുകൊണ്ട് ആ ദൈവമക്കൾ പേടിക്കണം ഒത്തിരി. അവിശ്വാസി പേടിക്കേണ്ട കാര്യമില്ല. പുള്ളിയുടെ വീഴ്ച വീണാലും താഴെ നിന്നൊക്കെ വീട്ടേ ഉള്ളൂ. നിങ്ങൾ വീഴാൻ പോകുന്ന എവിടുന്നറിയാമോ? പിശാചി വീഴാൻ എവിടുന്നറിയാമോ? ബൈബിൾ പറയുന്നു, ഇൻസൈറ്റ് ലൂസിഫറില് കളങ്കം കണ്ടെത്തുന്നവരെ അവന നിഷ്കളങ്കൻ, അങ്ങനല്ലേ പറയുന്നത്?
സ്വർഗത്തിൽ ദൈവത്തിന്റെ കാര്യാദികളെല്ലാം നോക്കിയിരുന്നവനാണ് ലൂസിഫർ, സേറ്റൻ എന്ന് പറയുന്ന ആള്. നിങ്ങൾ ഒന്നും ചിന്തിക്കണം. ഞാനീ പറയുമല്ലേ, എപ്പോഴും നിങ്ങളോട് പറയും, നിങ്ങൾ ചുമ്മാ കിടന്നങ്ങ് ബഹളം വെക്കാതെ ഒന്ന് ചിന്തിക്കണം. ആരായിരുന്നു സേറ്റൻ? ഫെയ്ത്ത്ഫുൾ മോർ ദൻ യു. നിന്നേക്കാൾ വിശ്വസ്തനായിരുന്നു അവൻ. സ്വർഗത്തിലെ കാര്യാദികളൊക്കെ ദൈവം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. അവന് നിഗളം കണ്ടെത്തുന്നവരെ അവൻ നിഷ്കളങ്കനായിരുന്നു. പിശാച് എന്ന് പറയുമ്പോൾ പിശാചിനെ ഈ ചിലതിനെ നമ്മൾ ഈ അറിവില്ലായത്, അതുകൊണ്ട് അയ്യൂദയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ചില വ്യാപനമില്ലാതെ ഒത്തിരി കാര്യം വിളിച്ചു പറയും. അവർ തിരിച്ചറിവില്ല. അതുകൊണ്ട് ഇവൻ മീഖായേൽ, ദൂതനായ മീഖായേൽ പോലും ദൂഷണ വിധി ആർക്കെതിരെ ഉച്ചരിച്ചില്ല, പിശാചിനെതിരെ പറഞ്ഞില്ല. ഇത് ഒത്തിരി പ്രവാചകന്മാർ പഠിക്കേണ്ട കാര്യമാണ്. കാരണം ദൈവത്തിന്റെ സൃഷ്ടിയിൽ സാത്താനെ ഉയർത്തുകയല്ല ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പറയുന്നതാണ്. ഏറ്റവും വലിയ വീഴ്ച വരാൻ പോകുന്ന ദൈവമക്കൾക്ക്. കാരണം എന്താ, നീ ആത്മീയത്തിൽ ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞടുത്തിരുന്നവനാ. ഒരു പാവി വീണാൽ അവന്റെ വീഴ്ച അത്ര വലിയ പതനമായിരിക്കത്തില്ല, മടങ്ങി വരാം. അതുകൊണ്ട് വേലി ആവശ്യമാണ്, വേലി. അതുകൊണ്ടാണ് ശൗലാകുന്ന പൗലോസിനെ ഒത്തിരി ദൈവം സ്നേഹിച്ചതുകൊണ്ട് എന്ത് ചെയ്തു, അവനെ സ്നേഹിച്ചു. അതുകൊണ്ട് സാത്താന്റെ ദൂതന്റെ കയ്യിലോട്ട് കൊടുത്തു. ഇന്ന് രാത്രി നിന്നെ വളരെ സ്നേഹിക്കുന്നു സഹോദരൻ, നിന്നെ വളരെ സ്നേഹിക്കുന്നു സഹോദരി. ഇന്ന് രാത്രി നീ ഉടനെ തകരുന്നെങ്കിൽ, വല്ലാതെ സങ്കടപ്പെടുന്നെങ്കിൽ, യേശുവരെ ദുഃഖിച്ചവരെ നിങ്ങൾ ഭാഗ്യന്മാർ, നിങ്ങൾക്ക് എന്ത് കിട്ടും? മറ്റുള്ളവരെല്ലാം ചിരിച്ച് ആനന്ദിച്ച് തുള്ളിച്ചാടാൻ പറ്റില്ല. നീ ഒറ്റപ്പെട്ടു, നിന്റെ തലയിൽ നിന്ന് കുനിഞ്ഞിരുന്നു. അത് ദൈവത്തിന്റെ വേലിയാണ് നിനക്ക് ചുറ്റും. തിരിച്ചറിയാൻ നിന്റെ കണ്ണു തുറന്നില്ലെങ്കിൽ നിന്നെ ഇട്ട് പിശാചിട്ട് അമ്മാനമാട് മടങ്ങി വരട്ടെ. അതുകൊണ്ട് വേലി മാറിപ്പോകാതിരിക്കാൻ ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ട. പറഞ്ഞു വിടുക സമയം പോലുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം, യേശു പറഞ്ഞു എന്നിൽ വസിക്കണം, അല്ലേ? ആമേൻ, സ്തോത്രം. നിങ്ങള് യോഹന്നാൻ സുവിശേഷം 15:4 പറഞ്ഞ് വായിച്ചേ. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുദ്രവളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ വളരണമെങ്കിൽ വേലി വേണം. ഈ വേലി ഉറപ്പ് വരുത്താൻ ഒറ്റ പരിപാടിയുള്ളൂ, യേശുവിൽ വസിക്കുന്ന ഒന്ന് ഉറപ്പ്. നീ വസിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, നീ ഫലം. അപ്പൊ അവൻ നിന്നിൽ വസിക്കും. അവൻ നിന്നിൽ വസിച്ചാൽ നിന്നെ തൊടാൻ പിശാചിന് പറ്റുപോകും. കഷ്ടങ്ങളില്ലെന്നല്ല, ചത്തുണ്ടാകും. പ്രൂണിങ് ഇല്ലാതെ ഫലം വരത്തില്ല. ചത്തുവൊക്കെ കൂടുമെന്ന് പറഞ്ഞാൽ പോലും സംരക്ഷണമുണ്ട്. അവൻ 2 സമയമില്ലാത്തതുകൊണ്ട് പറയുക, നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കണം. കാരണം ഈ പിശാച് അറ്റാക്ക് ചെയ്യുന്നത് ഹൃദയത്തെയും തലച്ചോറിനെയാണ്. നിന്റെ ചിന്തകളെയും തോട്ടിനെയും, നിന്റെ മൈൻഡിനെയും തോട്ടുകളെയും. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ 1 വിചാരപ്പെടരുത്. അതിന് മുമ്പ് പറയാം, കർത്താവിൽ എപ്പോഴും എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. അവൻ സ്വതം ചെയ്യുന്നു. കർത്താവിന്റെ വരവെടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്ത് പിന്നെ എന്ത് ചെയ്യണം? എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും എങ്ങനെ സ്തോത്രത്തോടെ. കർത്താവ് ഈ തകർച്ചയ്ക്കായി സ്തോത്രം, പക്ഷെ ഇതൊന്നും മാറ്റി തരണേ ദൈവത്തിന് മുമ്പിൽ. ഈ നാണക്കേടിനായി സ്തോത്രം, പക്ഷെ കർത്താവെ എന്നെ ഒന്ന് ഉദ്ധരിക്കണേ, എന്റെ ശരീരം ഒന്ന് ചുരിച്ചാണ്. അങ്ങനെയൊക്കെ ഇതുമെങ്കിൽ സ്തോത്രത്തോടെ നീ ദൈവത്തെ എന്ത് ചെയ്യണം? അറിയിക്കണം. അറിയിക്കുമ്പോൾ പറ്റുന്നൊരു കാര്യമാണ്, സകല ബുദ്ധിയും കവിയുന്ന നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും. ഈ പിശാച് അറ്റാക്ക് ചെയ്യുന്നത് നിനവ്, ഹൃദയം, നിനവ്, തോട്ട്. ഇവിടെ കയറി അറ്റാക്ക് ചെയ്യുമ്പോഴാ നിന്നെ കംപ്ലീറ്റ്ലി പാരലൈസ് ആക്കും. ഈ 2 അറ്റാക്ക് ചെയ്യുമ്പോൾ നിനക്ക് ഈ ഹൃദയവും ചിന്തയും കൂടെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ പാരലൈസ്ഡ്. പിന്നെ ആരും വന്നെ പമ്പ് ചെയ്യാൻ നോക്കിയാലും നീ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. ഞാൻ പറയട്ടെ, ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവനെ കൊല്ലാൻ ഓടിക്കുകയാണെങ്കിൽ അയ്യോ കൊല്ലാൻ വരുന്നതെന്ന് അവന് ഓടും. ആരും ചാകണമെന്നുള്ള ആഗ്രഹത്തിലല്ല പോകുന്നത്. പക്ഷെ നിന്നെ ആ ചിന്തയിൽ ഒന്നുകൂടെ പാരലൈസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നിന്നെ എന്താ ചെയ്യുന്നത് പോലും നിനക്ക് അറിയാൻ വയ്യാതെയാണ്. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തെ ഗാർഡ് ചെയ്യണം. അവിടെ ആവശ്യമില്ലാത്ത ഒന്നും കയറി വരാൻ അനുവദിക്കില്ല. അതിനെ അറ്റാക്ക് ചെയ്യാൻ പിശാചിനെ സമ്മതിക്കരുത്. വേലി സംരക്ഷിക്കാനുള്ള കാര്യം പറയുന്നത്. അടുത്തത്, പ്രാർത്ഥനാ ജീവിതം ഉണ്ടാക്കണം. കഴിഞ്ഞ ദിവസം ചാലിങ്ങളോട് പറയുമല്ലോ, ഒരു നല്ല പ്രാർത്ഥനാ കൂട്ടത്തെ കണ്ടുപിടിക്കണം. അത് ഞായറാഴ്ചത്തെ പള്ളിപ്പോക്കിന്റെ പറയുന്നത്.
തന്നെ അരമണിക്കൂറേ ഉള്ളൂ, 1 മണിക്കൂറാണ്, അല്ല 10 മിനിറ്റ് ആലും വന്ന് കൈകോകൾ ഓർത്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ചലഞ്ച് ചെയ്ത് ആരാധിക്കുന്ന ഒരു ഗ്രൂപ്പ്. ഒത്തിരി പേരൊന്നും വേണ്ടെന്ന്. അതൊന്ന് ഫോം ചെയ്യാൻ പറ്റിയാൽ. തന്റെ സാക്ഷ്യം പറഞ്ഞ പുള്ളി ഖത്തറിലായിരുന്നപ്പോൾ പക്ഷെ അവിടുന്ന് പിശാച് ജോലി വിട്ട് ഓടിപ്പിക്കുമാറാക്കിയെന്ന് പറഞ്ഞു. കാരണം ഒരു അരമണിക്കൂറേ ഉള്ളൊരു വന്നൊരു 4-5 പേര് വന്നിരുന്നു അങ്ങോട്ട് ഒന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ആശ്വാസമായിരുന്നു നമുക്ക്. ഇപ്പം നിന്റെ വേലിക്ക് അത്യന്താപേക്ഷിതമാണ് പ്രാർത്ഥനാ ജീവിതം. അത് മുടക്കാതെ നീ സൂക്ഷിക്കണം. വേലിയെ കാക്കാനുള്ള വഴികളാണ് നമ്മൾ പറയുന്നത്. അടുത്തത് ദൈവത്തിന്റെ സർവായുധവർഗം. സമയം വേദിക്കാൻ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഓരോന്നും ഇട്ടോണം. കാരണം വേലി പൊളിയല്ല. വേലി പൊളിച്ചാൽ നിന്നെ തകർക്കാം. നമ്മളെ ഹൃദയത്തെ അറ്റാക്ക് ചെയ്ത് നമ്മൾ അറിയുന്നില്ല ഈ തകർച്ചയും ഈ വേദനകളും ദൈവം എനിക്കെന്ന വേലിയാണ് തിരിച്ചറിയുന്നില്ല. അതെന്താണേലും നിങ്ങളുടെ ബന്ധത്തിൽ ദൈവത്തിന്റെ ഫെയ്ത്ത്ഫുൾനെസ് അത് മറന്നു പോകല്ലേ. അപ്പം സർവായുധ വർഗം ധരിക്കണം. അടുത്തതായിട്ടുള്ള 6ാമത്തെ കാര്യം അനുസരണത്തിൽ നടക്കണം. ഒബീഡിയൻസ്, വാക്ക് ഇൻ ഒബീഡിയൻസ്. ചോദ്യം ചെയ്യാതെ പാനം ചെയ്യേണ്ട കൃപ നമുക്കുണ്ടാകണം. അടുത്തത് 7ാമത്തെ കാര്യം കൂട്ടായ്മയെ ഉപേക്ഷയായിട്ട് എന്ത് ചെയ്യരുത്. കൂട്ടായ്മ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് നല്ലൊരു ശതമാനം പള്ളിയിലൊക്കെ പോകുന്ന സ്ഥലം സോഷ്യൽ ഗ്യാതറിങ്, അതിനെ കൂട്ടായ്മ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം എന്തുവാ, നിന്ന് പരസ്യമായി ചങ്കിന്റെ ഒരു വേദന പറയാൻ അവിടെ സാധിക്കുന്നില്ല. കാരണം പറയാ ഈ ഒരു അൺസ്പോക്കൺ റിക്വസ്റ്റ് വേണ്ടി എന്ത് ചെയ്യണം. കാരണം അവിടെ വന്നിരിക്കുന്ന ഒരുത്തിനെ ഈ പറയുന്ന പുള്ളിക്കൊന്നുമില്ല. പണ്ട് കാലം അങ്ങനെയല്ല. ഫിലിപ്പസങ്ങളൊക്കെ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് അടുത്തിടെ കത്താങ്കിലേക്ക് വന്നവർ അവരൊക്കെ ഞങ്ങളെ പണ്ട് ആകർഷിച്ച പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഒരു കാര്യം, ഒരു വിഷയം ഉണ്ടെങ്കിൽ അവർ ഇരുന്ന് പ്രാർത്ഥിച്ചില്ല. അവർക്ക് മറവില്ല. കാര്യങ്ങൾ എന്തും തുറന്നു പറയും. അറിഞ്ഞാൽ അവർ കുടുംബം പോലെ വന്നിരുന്നു. അതവർക്ക് പുറത്തുള്ളവർക്ക് ഒരു ആകർഷണം. ഇന്ന് വല്ലതും ഉണ്ടോ? ഇന്ന് അങ്ങനെ ഒരു സംഭവമില്ല. കാരണം അന്ത്യകാലത്ത് അനേകരുടെ സ്നേഹം എന്ത് ചെയ്തു. കാരണം മനുഷ്യരുടെ സമയമില്ല അതിനെ കുറിച്ച് പറയാം. അടുത്ത പോട്ടെ. സ്വന്തം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വന്തം ചെയ്യുന്നു എല്ലാ സ്പിരിച്വൽ ബ്രീച്ചസ്. കാരണം പിശാച് തുരങ്കം വെക്കും. ഓർത്തോണേ, ഈ ഗുണമില്ലാത്തതിനെതിരെ അവൻ അറ്റാക്ക് ഇല്ലെന്ന് ഓർത്തോണം. സഭയാണോ അതിനെതിരെ അറ്റാക്ക് ഉണ്ട്. നീ ദൈവവിധാനം നിന്റെ തലമുറയ്ക്കെതിരെ അവൻ എന്തോ ഉണ്ട്, അറ്റാക്ക് ഉണ്ട്. നീ രക്ഷിക്കപ്പെടും, നിനക്കെതിരെ അറ്റാക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ തുരങ്കം വെക്കാൻ ഇവൻ വരുമ്പോൾ നീ ഇതുവൽ നിൽക്കാൻ കഴിവുള്ളവരായിരിക്കും. ശിഷ്യന്മാരെ തിരഞ്ഞെടുപ്പോൾ സമിതി മക്കളെ ദൈവം കത്താതെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ചെയ്തുകൊണ്ട പണി വല നന്നാക്കുകയായിരുന്നു. ചിലണ്ട് വല പൊട്ടി അത് വലിച്ചു കയറാൻ നോക്കുന്ന ഒരു കൂട്ടമുണ്ട്. സഭയെ തകർക്കുന്നവരാകരുത്, പണിയുന്നവരാകണം. അതിനെ വലിപ്പപ്പെടുത്തി മാനാഭീതമായി ഛിന്ന ഭിന്നമായി പോകാൻ ഇടയാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അപകടമാണ്. നിനക്കൊന്ന് ഓർത്തോണം, നീ എത്ര ആത്മീയമുള്ള വ്യക്തിയാണെങ്കിലും. ഫിയർ ഗാഡ്, ദൈവത്തെ ഭയപ്പെട്ടോണം. ഇന്ന് രാത്രി ഓർക്കണം, ബ്രീച്ച് ഇടിവ് നിൽക്കണം. എന്റെ വാക്കുകളെ ചുരുക്കുക. ഈ 9 കാര്യങ്ങൾ 8 കാര്യങ്ങൾ മറന്നു പോകരുത്. വേലി പൊളിയാതിരിക്കാൻ ക്രിസ്തുവിൽ നീ വസിക്കണം. സ്വന്തം ചെയ്യുന്നതിന്റെ ഹൃദയത്തെ കാക്കണം. ദൈവവചനത്തിൽ നിൽക്കണം. സ്വന്തം ചെയ്യുന്നു. പ്രാർത്ഥനാ ജീവിതം പുലർത്തണം. അടുത്തത് ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം. അനുസരണത്തിൽ നടക്കണം. കൂട്ടായ്മയിൽ വർദ്ധിച്ചു വരണം വിശ്വാസികളുമായിട്ടുള്ള. അടുത്തത് സ്വന്തം സ്പിരിച്വൽ ആത്മീക സ്വന്തം ചെയ്യുന്നു. തകർച്ചകൾ, വിള്ളലുകൾ നികത്തണം. നിങ്ങൾ നെഹമ്യാവിന്റെ കാലത്ത് മതില് പണിയുന്നവരെ പോലെ ഒരു കയ്യിൽ ആയുധം പിടിച്ച് അവര് ഓരോരുത്തരും അവനന്റെ വീടിന്റെ ഭാഗത്തെ ചെയ്യാൻ തുടങ്ങി. കാരണം കോട്ടയെ തകർക്കാൻ, സഭയെ തകർക്കാൻ പിശാച് ചുറ്റും കൂടാണ്ടുമ്പോൾ നാമോ അവന്റെ കയ്യിൽ ആയുധമാകാതെ നമ്മുടെ മധ്യത്തിലെ വിള്ളലുകളെ എവിടെയെങ്കിലും വിശ്വാസികൾ തമ്മിലോ ദൈവദാസങ്ങളോ ഉണക്കുണ്ടെങ്കിൽ അതിനെ നികത്തുന്നവരാക്കി എരിയിലോട്ട് എണ്ണയൊഴിച്ച് വീണ്ടും കത്തിക്കുന്നവരാകാം. കാരണം നമുക്ക് ഐക്യത്തോട് നിന്നാലേ പറ്റും. 13 കോളനിയും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ നിന്ന് വന്ന് നമുക്ക് ഇവിടെ പാർക്കാൻ പറ്റിയ സ്വാതന്ത്ര്യം ഈ രാജ്യം പ്രാപിക്കാൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതോടെ കരക്കോത്ത് പിടിക്കാം. ഐക്യമായി നിന്ന് വേല ചെയ്താൽ പിശാചിന്റെ കോട്ടയെ ഇടിക്കാം. ഇന്ന് രാത്രി എഴുന്നേറ്റ് സ്വന്തം ആകിയാൽ സ്വന്തം നമുക്ക് എഴുന്നേറ്റ് പണിയാം. ദൈവം നമുക്ക് കാര്യങ്ങളെ സാധിപ്പിക്കും. നമ്മൾ തന്നെ ഏൽപ്പിക്കാം. ഒരു